ഹലോ ഗൈസ്, എല്ലാവർക്കും ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന്. അത് നമുക്ക് മുടി കെട്ടെടുക്കാം. അതൊരു വല്ലാത്തൊരു ടാസ്ക്കാണ്. കണ്ടില്ല, കെട്ട് കുടുങ്ങിപ്പോയി ഗൈസ്. നമുക്ക് കെട്ടെടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ മുടിയൊക്കെ കെട്ടെടുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് മോയ്സ്ചറൈസർ തേച്ച് കൊടുക്കാം. മോയ്സ്ചറൈസർ ഞാൻ എല്ലാത്തും പുളിക്കുത്തിട്ടതിന് ശേഷം തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അതിന് ശേഷം ഞാനൊരു സൺസ്ക്രീൻ തേക്കുന്നുണ്ട്. എൻ്റെ ഉപ്പച്ചി ഗൾഫിൽ നിന്ന് കൊടുത്ത് വെച്ചതാണ്. ഇതിലാകുമ്പോൾ സിറോ ഉണ്ട്, മോയ്സ്ചറൈസറും ഉണ്ട്, സൺസ്ക്രീനും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ല ബ്രൈറ്റൻ ആവാനും ഒരു നാച്ചുറൽ എന്താ പറയുക ഗ്ലോ കിട്ടാനും സഹായിക്കും കേട്ടോ. അത് ഞാൻ അതൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാക്മീൻ്റെ ഫൗണ്ടേഷൻ ഇല്ലേ, അതാണ് ഇത് കൂടുതലാവും അതുകൊണ്ടാണ് മെല്ലെ കൊട്ടുന്നത്. അടിക്ക് കൊട്ടിയാൽ കൂടുതലാവും. പിന്നെ ഒരു സ്പോഞ്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഫൗണ്ടേഷനൊക്കെ ഞാൻ സ്പോഞ്ച് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മളിത് കൺവെൻഷൻ എഴുതി കൊടുക്കുകയാണ്. ഐലൈനർ എഴുതി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഐലൈനർ എഴുതി കൊടുക്കാൻ കേട്ടോ. അത് ഐലൈനറൊക്കെ എഴുതി കഴിഞ്ഞതിൻ്റെ ശേഷം മസ്കാര ഇട്ടെടുക്കാം. ഇതില്ലെങ്കിൽ കംപ്ലീറ്റ് ആവത്തില്ല. ഓക്കെ, അടുത്തതായിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ലിപ്സ്റ്റിക്കാണ്, അതിൻ്റെ ലിപ്സ്റ്റിക് കൊണ്ട് തന്നെയാണ് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ ചുണ്ടൊക്കെ ഇങ്ങനെ തുടുത്തിരിക്കുന്നത്, ഇങ്ങനെ ചുവന്ന് തുടുത്തിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ എവിടെ പോയാലും യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് എംബയുടെ സ്ട്രോപ്പ് ക്രീം എന്ന് പറയുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. എനിക്കിങ്ങനെ ഗ്ലോലി ആയിട്ട് നിൽക്കുന്നത് ഒന്നും നാച്ചുറലായിട്ട് ഗ്ലോലി ആയിട്ട് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് മേക്കപ്പിൽ. അടുത്തതായിട്ട് എനിക്ക് മുടിയൊക്കെ കെട്ടി തരാൻ പോകും. ഓക്കെ, ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.